Hi guys. I just wanted to speak about something that I found very disturbing while I was scrolling on my phone this morning. എന്താണെന്ന് വെച്ചാൽ മാസങ്ങൾ നീണ്ട ഇൻവെസ്റ്റിഗേഷനിൽ CNN ഫൈൻഡ് ചെയ്തൊരു കാര്യമാണ് that there exist platforms that are so called as online rape academies. They share tips on how to drug women, how to assault them, and how to not get caught after that. ഇത് നടക്കുന്നത് ഒരു ലോകത്തിന്റെ ചെറിയൊരു കോർണറിൽ ഒരു ഡാർക്ക് വെബിലൊന്നും അല്ല ഇത് നടക്കുന്നത്. ഇറ്റ്സ് ഓൺ വെരി ആക്സസിബിൾ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് വിച്ച് ഹാസ് മില്യൺസ് ഓഫ് വിസിറ്റ്സ് എവറി ഡേ. ഏകദേശം 62 മില്യൺ വിസിറ്റ്സ് ആണ് ഫെബ്രുവരി മാസത്തിൽ മാത്രം ഇത്തരം സൈറ്റുകളിലേക്ക് വന്നിട്ടുള്ളത്. എങ്ങനെ ഇത് പുറത്തേക്ക് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസിൽ നടന്നൊരു കേസ് കാരണമാണ് ഇത് പുറത്തേക്ക് വന്നത്. ഫ്രാൻസിൽ ഒരാള് തൻ്റെ വൈഫിനെ വർഷങ്ങളോളം ഡ്രഗ് കൊടുത്തു അബ്യൂസ് ചെയ്തുകൊണ്ടിരുന്നു. ആൻഡ് ഹീ ലെറ്റ് മൾട്ടിപ്പിൾ മെൻ അസോൾട്ട് ഹെർ. ഈ കേസ് പുറത്തു വന്നതോടുകൂടിയാണ് ഇൻവെസ്റ്റിഗേഷൻ വന്നതും ഇത്തരമുള്ള സൈറ്റുകൾ ആക്സസിബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിലുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റിയത്. ഇതൊരു പെർട്ടിക്കുലർ കൺട്രിയിലൊന്നും നടക്കുന്ന കാര്യമായിട്ട് നമ്മൾ കരുതരുത്. ഇറ്റ്സ് എ ഗ്ലോബൽ ഒരു പ്രശ്നമായിട്ട് വേണം നമ്മൾ കാണാൻ. കാരണം ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാം അല്ലേ? യു ഡോണ്ട് ഹാവ് ടു ബി ഇൻ എ പെർട്ടിക്കുലർ പ്ലേസ് ടു ആക്സസ് സച്ച് സൈറ്റ്സ്. 62 മില്യൺ വിസിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതൊരു ചില്ലറ കാര്യമല്ല അല്ലേ? നമ്മൾ നോട്ട് ഓൾ മെൻ എന്നൊക്കെ എപ്പോഴും പറയൂലേ? ബട്ട് ദെൻ വി ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. നമ്മൾ കൺസേൺഡ് ആയിരിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. നമ്മൾ പുറത്ത് പോകുമ്പോഴും ലേറ്റായിട്ട് എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴും ബസ്സിൽ കയറുമ്പോഴും നമ്മൾ എപ്പോഴും അലേർട്ടാണ് അല്ലേ? ആസ് വിമൻ വി ആർ ഓൾവേസ് അലേർട്ട്. പക്ഷെ വൈ നോട്ട് തിങ്ക് അബൌട്ട് പീപ്പിൾ ഹു ആർ വെരി ക്ലോസ് ടു അസ്? നമ്മളുടെ വീട്ടിലുള്ളവർ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളവർ, നമ്മൾക്ക് വളരെ ക്ലോസ് ആയി അറിയുന്നവർ, നമ്മുടെ ഫ്രണ്ട്സ്, അവരെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നില്ലേ? ഒരു രീതിയിലുള്ള സീരിയസ്നെസ്സും ഇല്ലാതെ വിസിറ്റ് ചെയ്ത് തിരിച്ചു വരികയാണ് ചെയ്യുന്നത് ഇത്തരം സൈറ്റുകളിൽ. ഇതൊരു വലിയ ഫോൾട്ട് അല്ല എന്നുള്ള രീതിയിൽ ലോകം എങ്ങോട്ടാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. ബട്ട് ബി അവെയർ ഓഫ് സച്ച് സൈറ്റ്സ്. ഐ hope this reaches some people at least, and they find that this is a very big concern that's happening in the world.